കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സ്ക്രീന് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മൾ ബേസിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൊസഷനെ പറ്റിയിട്ടാണ്. എനിക്ക് അതിൽ ചെറിയൊരു കറക്ഷനും കൂടി ഉണ്ട് ഇന്നലെ പറഞ്ഞതിൽ. സ്മോൾ കറക്ഷൻ ഓൾസോ ഐ വുഡ് ലൈക്ക് ടു മേക്ക്. ഓക്കെ, 1 second. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പൊസഷനെ പറ്റിയിട്ട് നമ്മൾ വി ഹാവ് ഡിസ്കസ് അബൌട്ട് പൊസഷൻ. പൊസഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബേസിക്കലി എന്താണ്, ഒരു ഫിസിക്കൽ കൺട്രോൾ ആണ്. ഒരു കാര്യത്തിന്റെ പുറത്തുള്ള ഒരു ഫിസിക്കൽ കൺട്രോളിനെയാണ് വി കോൾ ഇറ്റ് ആസ് എ പൊസഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഫിസിക്കൽ കൺട്രോൾ, ലീഗൽ സെൽസിൽ നമ്മൾ ഫിസിക്കൽ കൺട്രോളും പ്ലസ് ഫിസിക്കൽ കൺട്രോൾ പ്ലസ് ഇന്റൻഷൻ ടു ഹോൾഡ്, നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ള ഇന്റൻഷൻ, ഇത് രണ്ടും കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ സാവഗ്നിയുടെ ഡെഫിനിഷൻ നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, ജോൺ സാൽമണിന്റെ ഡെഫിനിഷൻ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ പൊസഷന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. എത്ര എലമെന്റ്സ് ഉണ്ട് പൊസഷന്? ഹൗ മെനി എലമെന്റ്സ് ആർ ദേർ? 2 എലമെന്റ്സ് അല്ലേ? 2 എലമെന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് എലമെന്റ്സ്? ഒന്ന് കോർപ്പസ് പൊസഷനസും പിന്നെ അനിമസ് ഡോമിനൻസ്. ഓക്കെ, അപ്പം ഇതില് അപ്പൊ ദീസ് ആർ ദ 2 ഇമ്പോർട്ടന്റ് എന്താ പറയാ എലമെന്റ്സ്. അത് നിങ്ങൾ മറക്കരുത്. 2 ഇമ്പോർട്ടന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത് കോർപ്പസ് പൊസഷനസും അനിമസ് ഡോമിനിയും ആണ്. ഓക്കെ, സ്ക്രീനിൽ രണ്ടെണ്ണായിട്ടാ കാണുന്നു. ആണോ? ഒരു മിനിറ്റ്. ഇപ്പൊ എന്താ അവസ്ഥ? ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്, പക്ഷെ സെന്റൻസ് ഫുൾ ആയിട്ട് കാണുന്നില്ല, ലാസ്റ്റിലേക്ക് കട്ടായി പോകുന്നു. അത് ഞാൻ നീക്കാം. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എസെൻഷ്യൽ എലമെന്റ്സ് ആണ്. ഒരു പൊസിഷനുള്ള എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് കോർപ്പസ്, അല്ലെങ്കിൽ വി കോൾ ഇറ്റ് ഫിസിക്കൽ കൺട്രോൾ, അല്ലെ? ഫിസിക്കൽ കൺട്രോൾ. കല്യാണിന്റെ ഓഡിയോ ഓൺ ആണ്, പ്ലീസ് മ്യൂട്ട് ഇറ്റ്. ഓക്കെ, ഫിസിക്കൽ കൺട്രോൾ ആണ്. പിന്നെ അനിമസ്, അല്ലെങ്കിൽ വി കോൾ ഇറ്റ് ഇന്റൻഷൻ എന്ന് പറയും. ഓക്കെ, അനിമസ് അല്ലെങ്കിൽ വി കോൾ ഇറ്റ് ഇന്റൻഷൻ. ഓക്കെ, ഇന്റൻഷൻ ടു ഹോൾഡ്. അപ്പം ഇത് രണ്ടും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ? പൊസഷനിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ബോത്ത് ഹാസ് ടു കോ എക്സിസ്റ്റ്. രണ്ടും ഒരുമിച്ച് എക്സിസ്റ്റൻസിൽ വേണം. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊസഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. വി ഹാവ് കോർപ്പോറിയൽ, പിന്നെ ഇൻകോർപ്പോറിയൽ പൊസഷൻ ഉണ്ട്, ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് പൊസഷൻ ഉണ്ട്, മീഡിയറ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഉണ്ട്, കൺസ്ട്രക്റ്റീവ് പൊസഷൻ ഉണ്ട്, അഡ്വേഴ്സ്, ഡിഫാക്ടോ, ഡീജർ അല്ലെങ്കിൽ ജൂറിഡിക്കൽ എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് അഡ്വേഴ്സ് പൊസിഷൻ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? വിൽ സ്റ്റാർട്ട് വിത്ത് അഡ്വേഴ്സ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് കോർപ്പോറിയൽ എന്താന്ന് നമുക്കറിയാം. കോർപ്പോറിയൽ എന്ന് പറയുമ്പോൾ എന്താണ് കോർപ്പോറിയൽ? ടെൽ മീ, വാട്ട് ഈസ് കോർപ്പോറിയൽ? ടാൻജിബിൾ ആയിട്ടുള്ളത്. അതെ, നമുക്ക് ടാൻജിബിൾ ആയിട്ട് ഫിസിക്കൽ ഒബ്ജക്ട്സ് വിച്ച് ക്യാൻ ബി ടച്ച്ഡ്, അല്ലെ? മെഷേർഡ്, വിച്ച് ക്യാൻ ബി സീൻ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജിബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ വീട്, കാറ്, പെൻ, ലാപ്ടോപ്പ്, റൈറ്റ്? ഇനി നെക്സ്റ്റ് എന്താ? ഇൻകോർപ്പോറിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇമ്മറ്റീരിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. അതെ അതെ അതെ, അതിന്റെ എക്സാമ്പിൾ ആണ് കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, പേറ്റന്റ്സ്, ഗുഡ് വിൽ ഒക്കെ അതിൽ വരുന്നതാണ്. ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് പൊസിഷൻ എന്താണ്? when the possessor personally holds the property അല്ലെങ്കിൽ ഒബ്ജക്ട് വിതൗട്ട് എനി ഇന്റർമീഡിയർ ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്നത്, അല്ലെ? ബൈയിങ് എ പെൻ ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഇൻ യുവർ ബാഗ്, യു ഡോണ്ട് ഹാവ് എനി ഇന്റർമീഡിയറി ഇല്ല, നിങ്ങൾ അത് വാങ്ങിക്കുന്നു, യു ആർ കീപ്പിംഗ് ഇറ്റ് യുവർ ബാഗ്, അല്ലെ? അപ്പൊ നിങ്ങളുടെ ഓൺ ഹാൻഡ്സിൽ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻ യുവർ ഓൺ കൺട്രോൾ, ഓക്കെ? ഐ ടച്ച് ഇറ്റ്, ഐ ഹോൾഡ് ഇറ്റ്, ഇറ്റ്സ് മൈൻ. ഡയറക്റ്റ് പൊസിഷൻ ആണ് ഉള്ളത്. നൗ നെക്സ്റ്റ് ഇസ് മീഡിയറ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പൊസിഷൻ ആണ്. അതായത് ഇവിടെ നമ്മൾ പൊസിഷൻ ഇസ് ത്രൂ ആൻ ഏജന്റ് അല്ലെങ്കിൽ ആരാണ്? ഇന്റർമീഡിയറ്റ്, അല്ലെ? അതിന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയൽ എസ്റ്റേറ്റ് ഏജന്റ്. കാറ് പാർക്ക് ചെയ്യുന്നത്. അതെ അതെ, അത് നമുക്ക് കൺസ്ട്രക്റ്റീവിലും കൂടി വി ക്യാൻ
മീഡിയറ്റിലും നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് എക്സാമ്പിൾ കൊടുക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? കൺസ്ട്രക്റ്റീവ് ആയിരുന്നു അല്ലെ? കൺസ്ട്രക്റ്റീവ് നമ്മൾ ഡ്രൈവറിന്റെ എക്സാമ്പിൾ ആണ് പഠിച്ചത് അല്ലെ? ഡ്രൈവറിന്റെ എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഏതാന്നല്ല ഡിസ്കസ് ചെയ്ത ഡിഫാക്ടോയും ഡീജറും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ഓക്കെ, അപ്പൊ ഇതിൽ ഡിഫാക്ടോയില് എനിക്കൊരു ചെറിയ കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ ഡിഫാക്ടോയിൽ എന്താ പറഞ്ഞത്? കോൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. ഞാൻ ഡിഫാക്ടോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് ശരിക്കും കണ്ടീഷൻസ് ഉണ്ട്. നമ്മളെ പൊസഷന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാ? വാട്ട് ആർ ദ 2 കണ്ടീഷൻസ് ഓഫ് എ പൊസഷൻ? എന്താണ്? ഇന്റൻഷൻ ആൻഡ് ഫിസിക്കൽ കൺട്രോൾ. ഇന്റൻഷൻ ആൻഡ് ഫിസിക്കൽ കൺട്രോൾ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോർപ്പസും അനിമസും അല്ലെ? അപ്പൊ കോർപ്പസ് ആയാലും അനിമസ് ആയാലും അത് രണ്ടിനും ഉണ്ട്. ഡിഫാക്ടോയ്ക്കും ഉണ്ട്, ഡീജറിനും അതുണ്ട്. ബിക്കോസ് അത് രണ്ടും ഉണ്ടെങ്കിലാണ് പൊസഷന്റെ ഇൻഗ്രീഡിയന്റ് കംപ്ലീറ്റ് ആവുക. എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ എന്തോ ഡിഫാക്ടോന് എന്താ പറയുക ഇന്റൻഷൻ ഇല്ലാന്നെന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. ഓക്കെ, ഡിഫാക്ടോനാണെങ്കിലും ഡീജറിനാണെങ്കിലും ഈ 2 കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ ഇതിലുള്ള ഇന്റൻഷൻ വാരി ചെയ്യുന്നുണ്ട്. രണ്ടിലും ഫിസിക്കൽ കൺട്രോൾ ഉണ്ട്. അതായത് ഡീജറിൽ ഫിസിക്കൽ കൺട്രോൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അല്ലെ? നമ്മൾ പറഞ്ഞു ലീഗലി അയാൾക്ക് ഓണർഷിപ്പ്, ഐ മീൻ അയാൾക്ക് അതിന്റെ പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് കൺട്രോൾ ഉണ്ട്, അവിടെ ഉണ്ടാവണമെന്നില്ല. ഇവിടെ ഡിഫാക്ടോയില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് തീഫിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം അല്ലെ? നമ്മൾ എന്താ തീഫിന്റെ എക്സാമ്പിളിൽ ഡിഫാക്ടോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ലീഗൽ പൊസിഷൻ ഇല്ല. തീഫിന് സ്റ്റോൾ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി തൽക്കാലത്തേക്ക് അത് അവരുടെ കയ്യിലാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി തീഫ് പൊസസ് ചെയ്യുമ്പോഴും ഈ പറയുന്ന ഡിഫാക്ടോ പൊസഷനിലും എന്തുണ്ട്? നമ്മൾ ഈ പറയുന്ന അനീമസും കോർപ്പസും ഉണ്ട്. കാരണം അനീമസ് എന്താ? വാട്ട് ഇസ് അനീമസ്? അയാൾ ഇന്റൻഷൻ ആണ്. ഇന്റൻഷൻ ഉണ്ട് അയാൾക്ക് അല്ലെ? ഇത് മോഷ്ടിച്ച് ഈ പ്രോപ്പർട്ടി എനിക്ക് എടുക്കണം എന്നുള്ള ഇന്റൻഷൻ അയാൾക്ക് ഉണ്ട്. ഓക്കെ, കോർപ്പസ് എന്താണ്? ആ സംഭവം അയാളെടുത്തുണ്ട്. മനസ്സിലായോ? അപ്പം ഡിഫാക്ടോയിലാണെങ്കിലും ഡീജറിലാണെങ്കിലും ഈ 2 ഇൻഗ്രീഡിയൻസും ഉണ്ട് എന്നാണ് ഐ വോണ്ടഡ് ടു കൺവേ. ഓക്കെ, അപ്പൊ ഡിഫാക്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ച്വൽ ഫിസിക്കൽ പൊസഷൻ ആണ്, റിഗാർഡ്ലെസ് ഓഫ് ലീഗാലിറ്റി. തീഫ് പൊസസ് സ്റ്റോളൻ ബൈക്ക് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, തീഫ് പൊസസസ് എ സ്റ്റോളൻ ബൈക്ക്. പിന്നെ ഡീജർ അല്ലെങ്കിൽ ജൂറിഡിക്കൽ പൊസഷൻ എന്ന് പറയുമ്പോൾ ലീഗലി ആണ്. അതിപ്പം ഒബ്ജക്റ്റ് അയാൾ ഫിസിക്കലി ഹെൽഡ് ചെയ്യണം എന്നില്ല. ഈ ഹാസ് എ ലീഗലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പൊസഷൻ ആണ്. ഓക്കെ, ഓണർ ഓഫ് എ ഹൗസിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാണ്. ഈവൻ ഇഫ് സമ്മൺ എൽസ്, വേറൊരാള് അത് ടെമ്പററി ഓക്യുപ്പൈ ചെയ്യുകയാണെങ്കിലും ലോ റെക്കഗ്നൈസസ് ഓണർ ഓഫ് എ ഹൗസ്. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി വാട്ട് ആർ ദ മോഡ്സ് ഓഫ് അക്വിസിഷൻ ഓഫ് പൊസഷൻ? പൊസഷന്റെ അക്വിസിഷന്റെ വി ഹാവ് ടു ഡിസ്കസ് ദ അഡ്വേഴ്സ് പൊസഷൻ. റൈറ്റ്, അഡ്വേഴ്സ് പൊസഷൻ നമുക്ക് നോക്കാം. അതായത് പൊസഷൻ വിതൗട്ട് ലീഗൽ ടൈറ്റിൽ ആണ്. അയാൾക്ക് ശരിക്കും ലീഗൽ ടൈറ്റിൽ ഇല്ല, അയാൾ പൊസസ് ചെയ്യാണ്. ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അയാൾക്ക് ശരിക്കും ലീഗൽ ടൈറ്റിൽ ഇല്ല, അയാൾ അത് പൊസസ് ചെയ്യാണ്. പക്ഷെ പിന്നീട് അയാൾക്ക് ഒരു ഓണർഷിപ്പിലോട്ട് അത് മാറാണ് ഇഫ് മെയിൻറ്റെയിൻ ഫോർ എ ലീഗൽ പീരിയഡ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞു. ഓക്കെ, അപ്പം ഇവിടെ എൻ്റെ വീടുണ്ട്. ഓക്കെ, ദിസ് ഇസ് മൈ ഹൗസ്. പ്ലസ് ഈ വീടിന് ചുറ്റും കുറച്ച് സ്ഥലമൊക്കെ ആയിട്ട് ഇതാണ് എൻ്റെ വീട്. ഓക്കെ, ഇവിടെ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഞാനൊരു പ്രോപ്പർട്ടി ഒരു എന്താ പറയുക പ്ലോട്ട് ഉണ്ട് ഫോർ എക്സാമ്പിൾ. ആൻഡ് ഓൾസോ ഇവിടെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഏരിയ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് എൻ്റെ ഏരിയ ആണ്. ദിസ് ഇസ് മൈൻ ആൻഡ് ദിസ് ഇസ് ഓൾസോ മൈൻ. ഓക്കെ, അപ്പം ഇവിടെയുള്ള ആളാവണം എന്നില്ല, വേറെ അതായത് വേറൊരാള് അപ്പാർട്ട് ഫ്രം മീ. ഓക്കെ, എന്റെ സ്ഥലമാണല്ലോ ഇത് രണ്ടും അല്ലെ? ദിസ് ഇസ് മൈൻ, ദിസ് ഇസ് മൈൻ. അപ്പം ഇയാൾ എന്ത് ചെയ്യാണ്? എൻ്റെ ഈ ഒരു സ്ഥലമാണ്, ഇതെന്റെ വീടും സ്ഥലമൊക്കെയാണ് ഇവിടെ ഉള്ളത്. എൻ്റെ ഈ ഒരു സ്ഥലത്ത് ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ ഇവിടെ വരും. ഇയാൾ വന്നിട്ട് ഇയാള് എല്ലാ കാര്യങ്ങളും ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവണം എന്നില്ല, ഞാൻ ഉണ്ടോ ഉണ്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ, എനിക്ക് അറിവുണ്ട് എന്ത് ഈ അപ്പുറത്തിരിക്കുന്ന ആള് എന്റെ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട്, ഇയാൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഇയാൾ ചിലപ്പോൾ അവിടെ ഒരു കൃഷി നടത്തുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല, കൃഷി നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇയാളത് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയ. മനസ്സിലായോ? അപ്പൊ എനിക്കത് അറിവുണ്ട്, പക്ഷെ ഞാൻ അതിനെ എതിർക്കുന്നില്ല.
ഞാൻ അയാളോട് ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ അയാൾ എന്നോട് കൺസെന്റ് ചോദിക്കുകയോ ഒന്നും അവിടെ നടന്നിട്ടില്ല. അയാൾ അത് ചെയ്യുന്നുണ്ട്, എനിക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ മിനിമം ഒരു 12 വർഷമെങ്കിലും അയാൾ ഇത് പ്രൊസസ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി അയാൾക്ക് നാളെ ഓണർഷിപ്പ് അതിന്റെ പുറത്ത് ക്ലെയിം ചെയ്യാൻ പറ്റും. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? മനസ്സിലായോ? ഓക്കെ, അതായത് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോസ് ഇത് എന്റെ വീടും കാര്യങ്ങളൊക്കെയാണ്, ഞാൻ അവിടെ ഇല്ല എന്ന് തന്നെ വിചാരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ഇതും എന്റെ സ്ഥലമാണ്. ഓക്കെ, വേറൊരാൾ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇവര് കൾട്ടിവേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. കൾട്ടിവേഷൻ ഒക്കെ എന്റെ സ്ഥലത്ത് നടത്തുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് പറയാം, അതായത് ഇയാൾ ഇത് പ്രൊസസ് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തുള്ള ആൾ. ഇനിയിപ്പോ നെയ്ബറിനെ ആയിക്കോട്ടെ, എന്റെ നെയ്ബറിനെ ആയിക്കോട്ടെ, സേ ഫോർ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇയാൾ ഇവിടെ വന്ന് പ്രൊസസ് ചെയ്യുന്നുണ്ട്, ഇയാൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനിത് അറിഞ്ഞിട്ടും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അയാൾ എന്റെ പെർമിഷൻ ചോദിക്കുക, ഗ്രാൻഡ് ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. പക്ഷെ എനിക്ക് അറിയാം ഈസ് ഡൂയിങ് ദിസ് എന്നുള്ളത്. ഓക്കെ, അപ്പം 12 മിനിമം 12 വർഷം, 12 വർഷം ഈസ് ദ കണക്ക്. ഓക്കെ, ലിമിറ്റേഷൻ പീരീഡ് അനുസരിച്ച് 12 വർഷം ഈസ് ദ കണക്ക്, മിനിമം 12 വർഷം. എന്നിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാണ്, 12 വർഷത്തിൽ അയാൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അയാൾ അവിടെ പൊസഷൻ അയാൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് നാളെ അതിന്റെ പുറത്ത് ഓണർഷിപ്പ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അഡ്വേഴ്സ് പൊസഷൻ എന്നുള്ള ഗ്രൗണ്ടിലാണ് അത് ചെയ്യുക. ഇനി സപ്പോസ് ഈ ഒരു പ്രോപ്പർട്ടി ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് പ്രോപ്പർട്ടിന് മുന്നേ ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ നമുക്ക് അഡ്വേഴ്സ് പൊസഷന്റെ ഇയർ എന്ന് പറയുന്നത് 30 ആണ്, 30 years ആണ്. ഓക്കെ, അപ്പം ഇനി ഒന്ന് വായിച്ചു നോക്കൂ. അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് വായിച്ചു നോക്കൂ, വിത്തൗട്ട് ലീഗൽ ടൈറ്റിൽ ആണ്. അപ്പൊ നെയ്ബർക്ക് ശരിക്കും ലീഗൽ ടൈറ്റിൽ അവിടെ ഇല്ല. ഉണ്ടോ? നെയ്ബർക്ക് ലീഗൽ ടൈറ്റിൽ ഉണ്ടോ? ഇല്ല, അത് എന്റെ പ്രോപ്പർട്ടി അല്ലേ, അയാൾക്ക് ഒരു ലീഗൽ ടൈറ്റിലും ഇല്ല അല്ലെ. വിച്ച് മേ ഇവൻച്വലി കൺവേർട്ട് ഇൻ ടു ഓണർഷിപ്പ്. അയാളിലേക്ക് ആ ഓണർഷിപ്പ് ഇവൻച്വലി പോവാണ്, കാലക്രമേണ പോവാണ് ഫോർ എ ലീഗൽ പീരീഡ്. അയാൾ മിനിമം 12 വർഷം യൂസ് ചെയ്യുകയാണെങ്കിലാണ് അത് പോകുന്നത്. മനസ്സിലായോ? ഇസ് ദാറ്റ് ക്ലിയർ? അപ്പം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വേറെ കുറച്ച് കണ്ടീഷൻസ് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോ ഒരാള് വേറൊരാളുടെ ഒരു ലാൻഡ് ഇയാൾ പ്രൊസസ് ചെയ്തുകൊണ്ട് അതിലൂടെ അയാൾക്ക് ഓണർഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒറ്റടിക്ക് അങ്ങനെ നിയമം കൊടുക്കുന്നില്ല. ദർ ആർ സർട്ടൻ ക്രൈറ്റീരിയാസ് ഓർ കണ്ടീഷൻസ് ടു ബി മെറ്റ്. വാട്ട് ആർ ഓൾ ദ കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് എന്ന് പറയുമ്പോൾ, ഒന്നാമത്തത് ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ 12 വർഷം കണ്ടിന്യൂസ് ആയിരിക്കണം, അതിന്റെ ഇടയിൽ നിർത്താനൊന്നും പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓപ്പൺ ആയിരിക്കണം, അത് മറച്ചു വെച്ചിട്ടൊന്നല്ല, അത് ഓപ്പൺ ആയിട്ട് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹോസ്റ്റൈൽ ടു ദ ഓണേഴ്സ് റൈറ്റ് ആണ്, എന്റെ റൈറ്റിന് എതിരായിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റൈൽ ആയിട്ടാണ് അയാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പൊസസർ ഹൂഎവർ ഇസ് പൊസസിങ്, ഇപ്പൊ എന്റെ നെയ്ബർ ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഹോസ്റ്റൈൽ ആയിട്ട് പൊസസ് ചെയ്യുന്നത്. അപ്പൊ നിയമം അയാൾക്ക് എന്ത് കൊടുക്കാണ്, ലീഗൽ സിസ്റ്റം ആ ഒരു ലോങ് ടേം പൊസഷൻ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് അയാൾക്ക് പിന്നീട് അഡ്വേഴ്സ് പൊസഷന്റെ പുറത്ത് ഓണർഷിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? മിസ്സേ, ഹോസ്റ്റൈൽ, ഇവിടെ ഹോസ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാണ് മിസ്സേ? അതായത് ഹോസ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഓണറിന്റെ റൈറ്റിന് എതിരായിട്ടാണല്ലോ ഇത് യൂസ് ചെയ്യുന്നത് അല്ലെ. ഓണർക്കാണിത് പ്രൊസസ് ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ് ഉള്ളത് അല്ലെ. ഇറ്റ്സ് ദാറ്റ് ഓണേഴ്സ് സംഭവം. അപ്പം അതിനെതിരായിട്ടാണല്ലോ ദേ ആർ യൂസിങ് ഇറ്റ് അല്ലെ. എന്റെ ഒരു സ്ഥലം വേറൊരാളാണ് യൂസ് ചെയ്യുന്നത്, ഞാനല്ലേ അത് ശരിക്കും യൂസ് ചെയ്യുന്നത്. അതെ, ഓക്കെ, അപ്പൊ അതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂസ് ആണ്. 12 years എന്നുള്ളപ്പോ ഒരു പേഴ്സൺ തന്നെ ആവണം. ഇപ്പൊ ഇൻ കേസ് 10 വർഷം അവർ യൂസ് ചെയ്തിപ്പോ മരിച്ചു പോയിട്ട് അവര് ടയേഴ്സോ അങ്ങനെ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും കിട്ടും? ഇല്ല, അപ്പൊ കിട്ടൂല. അത് നമ്മൾ സെക്ഷൻ 27 ഓഫ് ദ ലിമിറ്റേഷൻ ആക്ടില് അങ്ങനെ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം അതിൽ ലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഡിഫറൻസ് ആണ്. അപ്പൊ അത് കിട്ടൂല, ലീഗൽ ഹയേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ കിട്ടൂല. ഓക്കെ, അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇറ്റ്സ് എ വെരി ബിറ്റ് ലോങ് സംഭവമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ലിമിറ്റേഷൻ ആക്ട് എടുക്കുമ്പോൾ അത്ര ഡെപ്തിൽ പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് അറിഞ്ഞിരുന്നാൽ മതി എന്താണ് അഡ്വേഴ്സ് പൊസഷൻ എന്നുള്ളത്. അഡ്വേഴ്സ് ആയിട്ട് പൊസസ് ചെയ്യാണ്, അതിലൂടെ അഡ്വേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, അഡ്വേഴ്സ് ആയിട്ട് പൊസസ് ചെയ്തിട്ട് പിന്നീട് ആൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് വേറൊരാളുടെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഹോസ്റ്റൈൽ ആയിട്ട് നമ്മൾ പൊസസ് ചെയ്യുന്നത് കൂടിയിട്ട് നമുക്ക് ആ പ്രോപ്പർട്ടി കിട്ടുകയാണ്. യു ആർ ബിക്കമിങ് ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ഇസ് ദാറ്റ് ക്ലിയർ? yes ma'am. Okay.
ഡിഫാക്ടോ പൊസിഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വൽ ആണ്, ഫിസിക്കൽ പൊസഷൻ റിഗാർഡ്ലെസ് ഓഫ് ലീഗാലിറ്റി. തീഫ് പൊസസസ്, ഒരു തീഫ് ഒരു സ്റ്റോളൻ പൊസഷൻ, വി നോ ഡിഫാക്ടോ. ഡീജർ ഒക്കെ മനസ്സിലായി, അഡ്വേഴ്സ് പൊസിഷൻ മനസ്സിലായി. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ ഒരു റിമെമ്പർ ചെയ്യാൻ. കീപ് ഹോൾഡിംഗ് ഇറ്റ് ലോങ് ഇനഫ്, ലോ മേ കോൾ ഇറ്റ് യുവേഴ്സ്. നമ്മളത് ലോങ് ഇനഫിൽ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നിയമം എന്ത് വിളിക്കും, അത് നിങ്ങളുടെ ആണ് എന്ന് നിയമം ടേം ചെയ്യും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദീസ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊസഷൻ എന്നുള്ളത്. ലെറ്റ്സ് മൂവ് ഓൺ ടു മോഡ്സ് ഓഫ് അക്വിസിഷൻ ആണ്. ഓക്കെ, ഒന്ന് ടേക്കിംഗ് ആണ്, അക്വയർഡ് വിത്തൗട്ട് കൺസെന്റ് അല്ലെ. ഒന്ന് വിത്തൗട്ട്, ഈ ടേക്കിങ്ങും ഡെലിവറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡെലിവറി എന്താണ്? യു ആർ ഗിവിങ് ഇറ്റ് അല്ലെ, നമ്മൾ കൊടുക്കുകയാണ്. ടേക്കിംഗ് എന്ന് പറയുമ്പോൾ അത് യൂണിലാറ്ററലി ആണ്, അതായത് നമ്മൾ കൺസെന്റ് ഇല്ലാതെ എടുക്കുകയാണ് ഓഫ് ദി പ്രീവിയസ് ഓണർ. അത് ക്യാൻ ബി ലോഫുൾ അല്ലെങ്കിൽ അൺലോഫുൾ ആവാം. ഓക്കെ, ഐ തിങ്ക് അതിനെ ഞാൻ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, 1 by 1 ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇൻട്രോ തരാണ്. വിച്ച് ആർ ദ മോഡ്സ് ഓഫ് അക്വിസിഷൻ. ദ ഫസ്റ്റ് വൺ ഇസ് ബൈ ടേക്കിംഗ്, നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, സെക്കൻഡ് ഇസ് ബൈ ഡെലിവറി. ഡെലിവറി എന്താണ്? യു ആർ ഡയറക്ട്ലി ട്രാൻസ്ഫറിങ് ഇറ്റ്. അത് ഡയറക്ട്ലി ആവണമെന്നില്ല, നമുക്ക് സിംബോളിക് ആയിട്ട് കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഉണ്ട്. വീടിന്റെ ചാവി കൊടുക്കുന്നതോട് കൂടിയും വി ആർ ഓൾസോ ഗിവിങ് ഇറ്റ് അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? ആർ ഏബിൾ ടു ഫോളോ? ഓക്കെ, അപ്പൊ അങ്ങനെയാവാം. നെക്സ്റ്റ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു, വി നോ ഇറ്റ് അല്ലെ. സക്സഷൻ വഴി അല്ലെങ്കിൽ ലീഗൽ ഹയേഴ്സ് ഒക്കെ വഴി നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നിയമം ട്രാൻസ്ഫർ ചെയ്ത് പോവാണ് അല്ല, ഒന്നും ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് എ ഡയറക്റ്റ് ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. ലോന്റെ ഒരു ഓപ്പറേഷനിലാണ് ദാറ്റ് ഇസ് ബീങ് ഗോയിങ്. ഓക്കെ, ട്രാൻസ്ഫേർഡ് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ എ സെൽസ് എ കാർ ടു ബി. എ എന്ന് പറയുന്ന ആള് ബിക്ക് കാർ സെല് ചെയ്യാണ്. അപ്പൊ എന്താണ്? ആക്ച്വൽ ഡെലിവറി ആണ്, ഹാൻഡ്ലിംഗ് ഓവർ കാർ. എ ഗീവ്സ് വെയർ ഹൗസ് കീ ടു ബി. അപ്പൊ അവിടെ ഒരു കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആണ് വരുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം, അപ്പൊ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? ബൈ ടേക്കിംഗ് ആണ്. ബൈ ടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു യൂണിലാറ്ററൽ ആക്ട് ആണ്, ഒരാൾ മാത്രം ചെയ്യുന്ന ഒരു ആക്ട് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബേസിക്കലി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ദ പ്രീവിയസ് ഓണർ ആണ് അല്ലെ. വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ഒരു മിനിറ്റ്, ഇവിടെ എന്തോ ഒരു 1 സെക്കൻഡ്, ഇതൊന്ന് വായിച്ചു നോക്കൂ. 1 സെക്കൻഡ്, എന്റെ ലാപ്പിലെ ബാറ്ററി ഇപ്പോ എന്തോ ഒരു പ്രശ്നം കാണിക്കുന്നു. 1 സെക്കൻഡ്, ജസ്റ്റ് 1 സെക്കൻഡ്. Please read it. Please read it. I'll be back in a minute. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ഒന്നാമത്തത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിലാറ്ററൽ ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. അതായത് നമ്മൾ കൺസെന്റ് ഇല്ലാതെ നമ്മൾ ആ ഒരു സംഭവം എടുക്കുകയാണ്. വിതൗട്ട് ദ കൺസെന്റ് നമുക്ക് ഇവിടെ പൊസിഷൻ കിട്ടുകയാണ്. തെഫ്റ്റ് ആയിട്ട് നമുക്ക് ബൈ ടേക്കിംഗ്, യെസ്, വിതൗട്ട് എനിവൺസ് കൺസെന്റ് ഒന്നും ഇല്ലാതെ നമ്മൾ എടുക്കല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട് പറ്റും. ഒരാളെ കൺസെന്റ് ഇല്ലാതെ എടുക്കല്ലേ, യു ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ്, സോ ഇറ്റ് കംസ് അണ്ടർ ദാറ്റ്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ ഇതിന് 2 എക്സാമ്പിൾസ് പറയാം, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവും. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ അഡ്വേഴ്സ് പൊസിഷൻ എന്നാണ്. അഡ്വേഴ്സ് പൊസിഷൻ നിങ്ങൾക്ക് അറിയാലോ, നമ്മളിപ്പോ ഒരാളുടെ ലാൻഡ്, ഇപ്പൊ എന്റെ നെയ്ബർ എന്റെ ലാൻഡ് യൂസ് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും അത് അൺലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഹി കനോട്ട് യൂസ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് മൈ ലാൻഡ്. പക്ഷെ അയാളത് യൂസ് ചെയ്യാണ്. അയാളത് യൂസ് ചെയ്തിട്ട് ഒരു 12 വർഷത്തോളം മിനിമം യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അയാൾക്ക് അഡ്വേഴ്സ് പൊസിഷൻ കിട്ടാണ്. പിന്നീട് അത് ലോഫുൾ ആവാണ്. ആദ്യം അദ്ദേഹം ഹി വാസ് യൂസിങ് ഇറ്റ് അൺലോഫുള്ളി, ലേറ്റർ ഹി ഈസ് ഗെറ്റിംഗ് ഇറ്റ് ലോഫുള്ളി. മനസ്സിലായോ? ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്?
Is that clear? Okay. Yes, ma'am. അപ്പം ഇനി വേറൊരു കാര്യം, എക്സ് ഫൈൻസ് ആൻ അബാൻഡൻ ബൈസിക്കിൾ. ഒരു എക്സ് എന്ന് പറയുന്ന ആളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ആരുടെയോ അല്ലാത്തൊരു സൈക്കിൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അയാൾ ആരുടെ ആണോ എന്താണോ ഒന്നും അന്വേഷിക്കാതെ അത് എടുക്കുന്നു, അത് ഓട്ടിപ്പോകുന്നു. ഈ തീഫിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അവിടെ ആരുടെയും കൺസെന്റ് ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ പൊസിഷൻ അക്വയർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ പൊസഷൻ ഇസ് അക്വയർഡ് വിതൗട്ട് ദ കൺസെന്റ് ഓഫ് ദ പ്രീവിയസ് പൊസസർ. പ്രീവിയസ് പൊസസറിന്റെ കൺസെന്റ് ഇല്ലാതെ നമ്മൾ ഇവിടെ പൊസഷൻ അക്വയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ യൂണിലാറ്ററൽ ആക്ട് ആണ്. ഓൺലി ദ പേഴ്സൺ ടേക്കിംഗ് ദ പൊസഷൻ ആക്ട് ചെയ്യുന്നേ ഉള്ളൂ. മറ്റേ ആളോട് ചോദിക്കുന്നൊന്നുമില്ല. ആരാണോ പൊസഷൻ എടുക്കുന്നത് അയാൾ മാത്രമേ ഇവിടെ നമ്മളുടെ ഈ ഒരു ഫ്രെയിമിലുള്ളൂ. അത് ലോഫുൾ ആവാം അല്ലെങ്കിൽ അൺലോഫുൾ ആവാം. ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെലിവറി ആണ്. വാട്ട് ഇസ് ഡെലിവറി? ഡെലിവറി എന്ന് പറയുമ്പോൾ ഒരാൾ കൊടുക്കുകയാണ് അല്ലെ. വൺ പേഴ്സൺ ഇസ് ഗിവിങ്. അതായത് പ്രീവിയസ് ആയിട്ട് അത് പൊസസ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. അയാളാണല്ലോ പുതിയ ആൾക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ എന്റെ വീടും സ്ഥലവും ഞാൻ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ ഐ വാസ് യൂസിങ് ഇറ്റ് ബിഫോർ അല്ലെ. അല്ലെങ്കിൽ എന്റെ വാച്ച് ഞാൻ കൊടുക്കുകയാണ്, എന്റെ കാർ ഞാൻ വേറൊരാൾക്ക് ഡെലിവറി ചെയ്യാണെന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഐ വാസ് യൂസിങ് ഇറ്റ്. അല്ലെങ്കിൽ അതിന് മുന്നേ ഒരു പൊസസർ ഉണ്ടായിരുന്നു, നൗ ഒരു പുതിയ പൊസസർ പോവാണ്. ഓക്കെ, പൊസഷൻ ഇസ് ട്രാൻസ്ഫേർഡ് വിത്ത് ദ കൺസെന്റ് ഓഫ് ദ പ്രീവിയസ് പൊസസർ. പൊസസറിന്റെ കൺസെന്റോട് കൂടി പുതിയ ഒരു പൊസസറിലേക്ക് പോവാണ്. സോ ഇറ്റ് ഹാപ്പൻസ് ഇൻ ടു വേസ്. ആക്ച്വൽ ഡെലിവറി ആൻഡ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. ആക്ച്വൽ ഡെലിവറി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡയറക്ട്ലി നമ്മൾ ഫിസിക്കൽ ട്രാൻസ്ഫർ ചെയ്യാണ് ആ ഒരു ഒബ്ജക്റ്റിന്. ഡയറക്റ്റ് ഫിസിക്കൽ ട്രാൻസ്ഫർ ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ആക്ച്വൽ ഡെലിവറി. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ വാച്ച് ബിക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്, എടുത്തിട്ട് കൊടുക്കുകയാണ്. ദാറ്റ്സ് ആക്ച്വൽ ട്രാൻസ്ഫർ. ബിക്കോസ് ഐ എം സെല്ലിങ് ഇറ്റ്, ഐ എം ഹാൻഡിങ് ഇറ്റ് ഓവർ. ഒരു ആക്ച്വൽ പൊസഷൻ ഞാൻ കൊടുക്കുകയാണ്. അപ്പം ഞാൻ എന്റെ വാച്ച് എടുത്തിട്ട് ഫോർ എക്സാമ്പിൾ അഞ്ജനയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആക്ച്വൽ അഞ്ജനയുടെ കയ്യിൽ ഞാനത് കൊടുക്കുകയാണ്, അഞ്ജനയ്ക്ക് അത് കിട്ടി അല്ലെ. പിന്നെ ഞാൻ എന്റെ കാറ് ഡെലിവറി ചെയ്യാണ്, ബി എന്ന് പറയുന്ന ഒരാൾക്ക് ഡെലിവറി ചെയ്യാണ്. സോ ദ ഫിസിക്കൽ പൊസഷൻ ഇസ് ട്രാൻസ്ഫർഡ്. റൈറ്റ്? ഇസ് ദാറ്റ് ക്ലിയർ? ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? Yes, ma'am. മറ്റേത് കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ സിംബോളിക് അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ട്രാൻസ്ഫർ നടക്കുകയാണ്. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ നടക്കുകയാണ്. ദ പൊസസർ റിസീവ്സ് ദ മീൻസ് ടു കൺട്രോൾ ദ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി മൊത്തത്തിൽ കിട്ടുന്നില്ല, പക്ഷെ എങ്ങനെയാണ് അതിലേക്ക് കിടക്കാൻ പറ്റുക, അതിന്റെ മീൻസ് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് ചാവി കിട്ടുന്നുണ്ട്, വണ്ടി നേരിട്ട് കിട്ടുന്നില്ല, പക്ഷെ യു ആർ ഗെറ്റിംഗ് ദ കീ അല്ലെ. അപ്പൊ ഇതൊരു സിംബോളിക് അല്ലെങ്കിൽ വി കൻ കോൾ ഇറ്റ് എ കൺസ്ട്രക്റ്റീവ് ഡെലിവറി. അപ്പം എ എന്ന് പറയുന്ന ആള് ബിക്ക് വീട് വിൽക്കാണ്, ബിക്ക് കീ കൊടുക്കാണ്. അപ്പൊ ബി കൻ നൗ എൻറ്റർ ആൻഡ് കൺട്രോൾ ദ ഹൗസ് even if A has not physically left. Okay. അപ്പോൾ എസെൻസ് ഇവിടെ ഇതെന്താണ് ബേസിക്കലി എന്ന് പറയുന്നത്, യു ആർ ഗെറ്റിംഗ് ദ കൺസെന്റ്. ഒരാൾ കൺസെന്റോട് കൂടിയാണ് നമുക്ക് ആ പ്രോപ്പർട്ടി തരുന്നത്. ആൻഡ് ദർ ഇസ് എൻ ഇന്റൻഷൻ ടു ട്രാൻസ്ഫർ ഓൾസോ. അത് ചിലപ്പോൾ ഫിസിക്കലി ആവാം, ഇറ്റ് ക്യാൻ ബി സിംബോളിക്കലി. ഇറ്റ് ക്യാൻ ബി ഫിസിക്കലി ഗിവിംഗ് ഓർ ഇറ്റ് ക്യാൻ ബി സിംബോളിക്കലി ഗിവിംഗ്. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? Yes, ma'am. ഇനി ഓപ്പറേഷൻ ഓഫ് ലോ. ഓപ്പറേഷൻ ഓഫ് ലോ നിങ്ങൾക്ക് അറിയാം അല്ല, എന്താണ് ഓപ്പറേഷൻ? സിംബോളിക്കലി എന്ന് പറഞ്ഞാല് സിംബോളിക്കലി എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ഇപ്പൊ വീട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ചാവിയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിലൂടെ നമ്മൾ സിംബലൈസ് ചെയ്യണം. ആ ചാവിയിലൂടെ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ സിംബോളിക് വേ. വി ആർ ഗിവിംഗ് ദ ഹൗസ് എന്നുള്ളത് സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാണ്. മനസ്സിലായോ? നമ്മൾ കാറ് വിൽക്കുമ്പോൾ കാറിന്റെ ചാവി കൊടുക്കുന്നതോട് കൂടി എന്താണ് അത് സിംബലൈസ് ചെയ്യുന്നത്? യു ആർ ഗിവിംഗ് ദ കാർ എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, നൗ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറയുമ്പോൾ പൊസഷൻ ഇസ് അക്വയർഡ് ഓട്ടോമാറ്റിക്കലി ത്രൂ ഫോഴ്സ് ഓഫ് ലോ. നിയമത്തിന്റെ ഫോഴ്സിലൂടെ ഓട്ടോമാറ്റിക്കലി യു ആർ ഗിവിംഗ്. അപ്പം ഇൻഹെറിറ്റൻസ് ഉണ്ട്, കോർട്ട് ഓർഡർ ഉണ്ട്, മെർജർ ഒക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരാൾ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അയാളുടെ പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി പാസസ് ടു ലീഗൽ ഹയേഴ്സ് ആണ്. ഹയേഴ്സ് ഗെറ്റ് പൊസഷൻ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. പിന്നെ കോർട്ട് ഓർഡർ എന്ന് പറയുമ്പോൾ കോർട്ട് ഓർഡേഴ്സ് ഡെലിവറി ഓഫ് ഗുഡ്സ് ടു ബിക്ക് ഡെലിവറി കൊടുക്കാണ്. പൊസഷൻ ട്രാൻസ്ഫർ വിതൗട്ട് ദ ഒറിജിനൽ ഓണേഴ്സിന്റെ ആക്ട് ഇല്ലാതെ പൊസഷൻ പോവാണ് അല്ലെ. കോടതിന്റെ ഓർഡർ മുഖാന്തരം പോവാന്ന് പറയുമ്പോൾ അവിടെ പിന്നെ
ഒറിജിനൽ ഓണറിന്റെ എന്തെങ്കിലും സമ്മതം അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വേണം, ഒന്നും വേണ്ട. കോർട്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓപ്പറേഷൻ ഓഫ് ലോ അത് പോകും. ഇല്ലേ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, Yes, അപ്പൊ ma'am. ഇതൊക്കെയാണ് ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. ഫൈൻ. അപ്പൊ നമുക്ക് 3 രീതിയിലാണ് ബേസിക്കലി എന്ത് സംഭവിക്കുന്നത്, ഒരു പ്രോപ്പർട്ടി പൊസഷൻ നമുക്ക് ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് യൂണിലാറ്ററൽ ആയിട്ട് വരുന്നത് ബൈ ടേക്കിംഗ് ആണ്. പിന്നെ ബൈ ഡെലിവറി വിത്ത് കൺസെന്റ് അല്ലെ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ദാറ്റ് ഇസ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ബൈ ടേക്കിംഗ്, അല്ലെ. പിന്നെന്താണ്? ബൈ ഡെലിവറി, പിന്നെ കൺസ്ട്രക്റ്റീവ് ഡെലിവറി, 2 ടൈപ്പ് ഓഫ് ഡെലിവറി ഓർക്കുക. പിന്നെ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഈ 3 ബേസിക് കോൺസെപ്റ്റും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ബൈ ടേക്കിംഗ്, ആക്ച്വൽ ഡെലിവറി, കൺസ്ട്രക്റ്റീവ് ഡെലിവറി, ഓപ്പറേഷൻ ഓഫ് ലോ. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? Yes, ma'am. ഓക്കെ, ഇനി പൊസഷൻ ഇൻ ലോ വേഴ്സസ് പൊസഷൻ ഇൻ ഫാക്ട്. എന്താണ് പൊസഷൻ ഇൻ ലോ അല്ലെങ്കിൽ പൊസഷൻ ഇൻ ഫാക്ട് എന്നുള്ളത് നമുക്ക് കുറച്ച് ഡെപ്തിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഫൈൻ. അപ്പം പൊസഷൻ ഓഫ് നമുക്കറിയാം നേരത്തെ, പക്ഷേ വി നീഡ് ടു ഗെറ്റ് ഇൻ ടു ഡീപ്പർ ദിസ് ഇൻ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പം പൊസഷൻ ഇൻ ഫാക്ട് എന്ന് പറയുമ്പോൾ ഡിഫാക്ടോ ആണ്. അത് ലീഗലി നമുക്കറിയാം അല്ലെ. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, എന്തായിരുന്നു അത്? കള്ളൻ കൊണ്ടുപോകുന്ന കള്ളൻ അല്ലെ, കള്ളന്റെ കഥ. റൈറ്റ്. അപ്പം പൊസഷൻ ഇൻ ഫാക്ട് എന്ന് പറയുമ്പോൾ ദർ ഇസ് എൻ ആക്ച്വൽ ഓർ ഫിസിക്കൽ പൊസഷൻ ഓഫ് എ തിങ്. ആക്ച്വലി നമ്മൾ ഫിസിക്കലി ആ സംഭവം പൊസസ് ചെയ്യാണ്. വെദർ ഓർ നോട്ട് ഇറ്റ് ഇസ് ലീഗലി. യെസ്, അത് നിങ്ങളുടെ ലീഗലി ആവണം എന്നില്ല. എന്താ പറഞ്ഞേ? ലീഗൽ പൊസിഷൻ ഇല്ലല്ലോ. അതെ, ലീഗലി നമ്മളുടെ അല്ല. ലീഗലി ഇറ്റ്സ് നോട്ട് യുവേഴ്സ്. ഓക്കെ, ഇറ്റ്സ് ഓൺലി ഫാക്ച്വൽ. ഓക്കെ, നിയമത്തിന്റെ മുന്നിൽ അതെന്തല്ല ശരിക്കും ഒരു റൈറ്റ്ഫുൾ ഓണർഷിപ്പ് അല്ല. ഓക്കെ, നമുക്ക് പൊസസറി റെമഡീസ് ഒക്കെ കിട്ടാം. അത് എന്റെ കയ്യിലായിരുന്നു പിന്നെ പോയതായിരുന്നു, ലൈക്ക് ആസ്കിങ് സമൺ ടു റിട്ടേൺ ഇഫ് യു ആർ ഹോൾഡിംഗ് റോങ്ഫുള്ളി. പക്ഷെ എന്തില്ല, നമുക്ക് അവിടെ ഒരു ലീഗൽ ഓണർഷിപ്പോ അല്ലെങ്കിൽ ഒരു റൈറ്റ്ഫുൾ ആയിട്ടുള്ള നിയമത്തിന്റെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സ് സ്റ്റീൽസ് യുവർ കാർ. എക്സ് എന്ന് പറയുന്ന ആള് നിങ്ങളെ കാർ സ്റ്റീൽ ചെയ്യാണ്. എക്സ് ഹാസ് ഡിഫാക്ടോ പൊസഷൻ. ഓക്കെ, എക്സിന്റെ കയ്യിൽ ഡിഫാക്ടോ പൊസഷൻ ഉണ്ട് ബിക്കോസ് ഹി ഫിസിക്കലി ഹാസ് ദ കാർ അല്ലെ. ബട്ട് ഹി ഡസ് നോട്ട് ഹാവ് ദ ലീഗൽ ഓണർഷിപ്പ്. നമ്മൾ കള്ളന്റെ ബൈക്ക് മോഷ്ടിച്ച കഥ പോലെ തന്നെയുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഇനി ഡിഫാക്ടോ പൊസഷൻ പിന്നീട് നമുക്ക് ലോഫുൾ ആക്കാൻ പറ്റും. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഡിഫാക്ടോ പൊസഷൻ can eventually become lawful if certain conditions are met. For example, if someone occupies the land openly, continuously and without the owner's consent for a certain period, he may adverse possession അല്ലേ? അതെ, അവിടെ നമുക്ക് adverse possession ആയിട്ട് വരും. ഓക്കെ, പിന്നെ a squatter occupies an abandoned land for 12 years. ഒരു ആർദ്യം അല്ലാത്ത ഒരു അബാൻഡൻ ആയിട്ട് കിടക്കുന്ന ഒരു ലാൻഡ് ഇതേപോലെ ഒരു സ്ക്വാറ്റർ എന്ന് പറയുന്നത് ഒരാൾ ഒക്യുപ്പൈ ചെയ്യാണ്. ഓക്കെ, അപ്പം അയാൾ 12 വർഷം മിനിമം ഒക്യുപ്പൈ ചെയ്യുമ്പോൾ അതിലൂടെ അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതിന്റെ പുറത്ത് അയാൾക്ക് ഡീജർ പൊസഷൻ അല്ലെങ്കിൽ ലീഗലി അയാൾക്ക് അതിന്റെ പുറത്ത് വീണ്ടും അഡ്വേഴ്സ് പൊസഷൻ അല്ലെങ്കിൽ ഒരു ലീഗൽ പൊസഷൻ അതിന്റെ പുറത്ത് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഇറ്റ്സ് എൻ അബാൻഡൻഡ് ലാൻഡ്. അപ്പം ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ലാൻഡ് അല്ലെങ്കിൽ ഇപ്പം വേറൊരാളുടെ ലാൻഡൊക്കെ നമ്മൾ എന്താ പറയാ, വിതൗട്ട് ദ ഓണേഴ്സ് കൺസെന്റ്, ഓണേഴ്സിന്റെ കൺസെന്റ് ഇല്ലാതെ ഓപ്പൺലി കണ്ടിന്യൂസ്ലി ഒക്കെ നമ്മൾ മിനിമം ഒരു 12 ഇയേഴ്സ് നമ്മൾ ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് നമുക്ക് കിട്ടുന്നുണ്ട്? എന്ത് കിട്ടുന്നുണ്ട്? ലീഗൽ പൊസഷൻ കിട്ടും, അല്ലെങ്കിൽ we get it as adverse possession. ഓക്കെ, നോ നെക്സ്റ്റ് നമ്മുടെ പൊസഷൻ ഇൻ ലോ ആണ്. ഡീജർ അല്ലെങ്കിൽ പൊസഷൻ ഇൻ ലോ. സോ ദിസ് ഇസ് എ പൊസഷൻ പ്രൊട്ടക്റ്റഡ് ബൈ ലോ. ഓക്കെ, നിയമം തരുന്നതാണ്. So it is irrespective of whether you physically hold in or not. Whether you physically hold or not. നമ്മൾ ഫിസിക്കലി ഹോൾഡ് ചെയ്യുന്നില്ല ഇല്ലെങ്കിലും നമുക്ക് നിയമം പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ഇതാണ്.
Okay, so this is legally recognized and this is enforceable ആണ്. Okay, for example, you may have നമുക്ക് ഫുള്ളി പ്രൊപ്പറേറ്ററി റൈറ്റ്സ് അതിന്റെ പുറത്തുണ്ട്. അതായത് ആ പ്രോപ്പർട്ടീന്റെ പുറത്തുള്ള എല്ലാ റൈറ്റ്സും നമുക്കുണ്ട്. നമുക്ക് അതിന്റെ ഫുൾ ഓണർഷിപ്പ് റൈറ്റ്സുകൾ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സപ്പോസ് ആ പ്രോപ്പർട്ടി വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ലീഗൽ ആക്ഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, യു ഓൺ എ കാർ, പക്ഷെ എക്സ് അത് ടെമ്പററിലി ഹാസ് ടേക്കൺ ഇറ്റ്, സോ യു ക്യാൻ സ്റ്റിൽ ഹാവ് ഡീജർ പൊസഷൻ. നമുക്ക് അതിന്റെ പുറത്ത് ഡീജർ പൊസഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, because you are the true owner, നിങ്ങളാണ് അതിന്റെ ട്രൂ ഓണർ, സോ യു ക്യാൻ ഡിമാൻഡ് ഇറ്റ് ബാക്ക് ത്രൂ ലീഗൽ റെമഡീസ് വഴി നമുക്കത് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യു ഓൺ എ കാർ, പക്ഷെ എക്സ് എന്ന് പറയുന്ന ആള് അത് ടെമ്പററിലി ടേക്ക് ചെയ്തിട്ടുണ്ട്, സോ സ്റ്റിൽ യു ഹാവ് ഡീജർ പൊസഷൻ. ലോ അതെന്താണ് കൺസിഡർ ചെയ്യുന്നത്? അത് നിങ്ങളുടെ പ്രോപ്പർട്ടി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ ഡിമാൻഡ് ഇറ്റ് ബാക്ക് ത്രൂ, നമുക്ക് ലീഗൽ റെമഡീസ് യൂസ് ചെയ്തിട്ട് അത് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Okay, is that clear? Yes, ma'am. Okay. അപ്പം ഇതിൽ നമുക്ക് രണ്ടിന്റെ ഡിഫറൻസ് ഞാൻ ജസ്റ്റ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ഇറ്റ്, ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ സ്വന്തമായിട്ട്. ഇതിന്റെ ഒരു 3 ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ 3 ഹെഡിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഫാക്ച്വൽ, റെക്കഗ്നിഷൻ, റെമഡീസും എക്സാമ്പിളും ആയിട്ട്. ജസ്റ്റ് റീഡ്, ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. ഫുൾ പ്രൊപ്പറേറ്ററി റെമഡീസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിന്റെ പുറത്ത് ഫുൾ ഓണർഷിപ്പ് ഉണ്ട്. ഐ മീൻ അത് ഇനിയിപ്പോ ആര് എന്ത് ചെയ്താലും നമുക്കത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. മറ്റേലൊന്നും നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എന്താണ്, അത് നമ്മളുടെ അല്ല, അല്ലെ, മേ നോട്ട് ബി ലീഗൽ. അപ്പൊ അതുകൊണ്ട് നമുക്കത് പറ്റില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് പൊസഷൻ ഇൻ ഫാക്റ്റും പൊസഷൻ ഇൻ ലോ. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? Yes, ma'am. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പൊസഷൻ ഇൻ 9 പോയിന്റ്സ് ഓഫ് ലോ എന്നുള്ളൊരു ഫ്രേസ് ആണ്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. ഓക്കെ, അപ്പൊ എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ വീട്ടിൽ ഒരു മുന്നിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ കുറച്ച് ഫർണിച്ചേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അല്ലെ, ഇതൊക്കെ എൻ്റെ വീടാണ്, അപ്പൊ എൻ്റെ പൊസഷനിലുള്ള കാര്യങ്ങളാണ്, അല്ലെ. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രിസംഷൻ എന്താണ് കിട്ടുക? അപ്പൊ എൻ്റെ വീട്ടിന്റെ മുന്നിൽ ഒരു വണ്ടി, ഒരു 2-3 വണ്ടികൾ ഞാൻ നിർത്തിയിട്ടുണ്ട്, അല്ലെ. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് കാണുമ്പോൾ തന്നെ എന്ത് പ്രിസംഷൻ ആണ് എടുക്കുക? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്താ തോന്നുക? അതൊക്കെ എന്റേതാണെന്നല്ലേ നിങ്ങൾക്ക് തോന്നുക? ബിക്കോസ് അത് എന്തുകൊണ്ട്, അത് എൻ്റെ വീടിന്റെ പാർക്കിങ്ങിലാണ് ഞാൻ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഞാൻ പൊസസ് ചെയ്യുമ്പോൾ, അപ്പൊ നിയമം നമ്മളൊരു സാധനം പൊസസ് ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെ ഒരു സ്ട്രോങ് പ്രിസംഷൻ കൊടുക്കുന്നുണ്ട്, ഒരു പ്രിമാ ഫേസ് ക്ലെയിം നമ്മൾ കൊടുക്കുന്നുണ്ട്, ദാറ്റ് ദിസ് പേഴ്സൺ ഹാസ് എ ഓണർഷിപ്പ് ടു ദാറ്റ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ഫിസിക്കലി ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥാണ് ദ ലോ സ്റ്റാർട്ട്സ് അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഇസ് യുവേഴ്സ് until someone proves otherwise. വേറെ ആരെങ്കിലും അല്ല, ഇത് സഹലന്റെ വണ്ടിയല്ല, ഇത് മോഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ ഇത് ഇന്നയാളുടെ വണ്ടിയാണ്, അല്ലെങ്കിൽ വേറൊരാള് അത് നിങ്ങളെ വേറൊരാൾ അതിനെ തിരുത്തി പറയണം, അല്ലെങ്കിൽ വേറൊരു ക്ലെയിം അതിൽ വരുമ്പോൾ മാത്രമേ അങ്ങനെ നമ്മൾ ചിന്തിക്കുള്ളൂ, അല്ലെ. അല്ലാത്തപ്പോഴൊക്കെ നിങ്ങൾ എന്താണ് അതിന് നിങ്ങളെ അസ്യൂം ചെയ്യുന്നത്? ദാറ്റ് ഈസ് എന്താണ്? യു അസ്യൂം ഇറ്റ് ഈസ് യുവേഴ്സ്. മനസ്സിലായോ? സോ ഈ ഒരു ഫ്രേസ് നമുക്ക് വരുന്നത് ഏർലി ഇംഗ്ലീഷ് പ്രോപ്പർട്ടി ലോയിൽ നിന്നാണ്. അപ്പോൾ പൊസഷൻ വാസ് കൺസിഡർഡ് എക്സ്ട്രീംലി, പൊസഷൻ നമ്മൾ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണെന്ന് കൺസിഡർ ചെയ്യുന്ന കാലത്ത് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണിത്. പൊസഷൻ ഇൻ 9 പോയിന്റ്സ് ഇൻ ലോ, 9 പോയിന്റ്സ് ഓഫ് ലോ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ആർമറി വേഴ്സസ് ഡെലാമറി എന്ന് പറയുന്ന ഒരു കേസിൽ കോടതി പറഞ്ഞത്, ദ കോർട്ട് held that the person in possession of an object has a better claim than everyone else except the true owner. True owner ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും മുന്നിൽ അയാൾക്ക് എന്തുണ്ട്? ഒരു ബെറ്റർ ക്ലെയിം ഉണ്ട്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു
ഫോർ എക്സാമ്പിൾ ഒരാൾ ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ഒരാളാണ്. അയാൾ ഒരു ക്ലീനിങ് ആക്ടിവിറ്റി ചെയ്യുന്ന ഇടയിൽ അയാൾക്ക് എന്ത് ചെയ്യാണ്, അയാൾക്ക് ഒരു ഇപ്പൊ ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു പബ്ലിക് പ്ലേസിലോ ഒക്കെ സപ്പോസ് നമ്മൾ ക്ലീൻ ചെയ്യാണ്. ഇപ്പൊ ഞാൻ പോയിട്ട് ഒരു പാർക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്, ഒരു പബ്ലിക് പ്ലേസ് ക്ലീൻ ചെയ്യുന്ന ഇടയിൽ കൂടെ എനിക്കൊരു റിങ് കിട്ടി, സ്വർണത്തിന്റെ റിങ് കിട്ടി അല്ലെ. അങ്ങനെ ഞാൻ അത് എടുക്കുമ്പോൾ എനിക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും, ഇത് എന്റേതാണെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും, എക്സെപ്റ്റ് ദ ട്രൂ ഓണർ. ട്രൂ ഓണർ വന്നിട്ട് പറയണല്ല ഇത് എന്റേതാണെന്ന് പറയാൻ പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കൂല. അല്ലാത്ത പക്ഷം എനിക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ ആം പൊസസിങ് ഇറ്റ്. മനസ്സിലായോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. അപ്പൊ അതാണ് ആർമറി വേഴ്സസ് ഡെലാമറി എന്ന് പറയുന്ന കേസിൽ the court held that a person in possession of an object has a better claim than anyone else except the true owner. ട്രൂ ഓണർ വെച്ച് ബാക്കി എല്ലാവർക്കെതിരെ അവിടെ ഒരു ക്ലെയിം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കൂ. ജസ്റ്റ് റീഡ് ഇറ്റ്. ഇതൊന്ന് വായിച്ചേ. വായിച്ചോ? യെസ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും വി ഹാവ് ഗോട്ട് എ പെർട്ടിക്കുലർ പ്രൊവിഷൻ ടു ദാറ്റ്. ഇതിൽ പറയുന്നത് ഹൂഎവർ ഈസ് ഇൻ എ പൊസിഷൻ ഓഫ് എ മൂവബിൾ. ഓക്കെ, ആരാണ് ഒരു മൂവബിൾ അല്ലെങ്കിൽ ഇമൂവബിൾ പ്രോപ്പർട്ടിന്റെ പൊസിഷനിൽ ഉള്ളത്, ഈസ് പ്രിസ്യൂം ടു ബി ഇറ്റ്സ് ഓണർ. ഓക്കെ, ദാറ്റ് പേഴ്സൺ ഈസ് പ്രിസ്യൂം ടു ബി ഇറ്റ്സ്, അതായത് നമ്മൾ പ്രിസ്യൂം ചെയ്യുന്നത് എന്താണ്, അതിന്റെ ഓണർ ആണ് എന്നാണ് നമ്മൾ പ്രിസ്യൂം ചെയ്യുന്നത്. ദർ ഇസ് എ പ്രിസംപ്ഷൻ ഓഫ് പ്രിസ്യൂം ടു ബി ഇറ്റ്സ് ഓണർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇഫ് someone claims the property belongs to them, they must prove it. ഓക്കെ, അപ്പം ഇപ്പൊ ഒരാള് ഞാനിപ്പോ എൻ്റെ ഒരു ജാക്കറ്റ് വേറെ ഇതുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വീപ്പ് ചെയ്യുന്നതിൽ കൂടെ ഞാൻ ക്ലീൻ ചെയ്യുന്നതിൽ കൂടെ എനിക്കൊരു റിങ് കിട്ടി എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാനാണ് അതിന്റെ പൊസഷനിലുള്ളത്, പക്ഷെ അതിന്റെ ഓണർ ഇപ്പൊ ബി എന്ന് പറയുന്നിട്ട് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറയണ അല്ല ഇത് എന്റെ റിങ് ആണെന്ന് പറയുമ്പോൾ ബി ഹാസ് ടു പ്രൂവ് ഇറ്റ്. കാരണം ഇവിടെ പൊസസ് ചെയ്യുന്ന ഒരാൾ, ഇപ്പൊ ഞാൻ ഇവന്റെ എനിക്കത് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാണെങ്കിലും ഞാനത് പൊസസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു പ്രിസംഷൻ വരുന്നത് എന്റേതാണെന്നാണ്. അപ്പം അതിന്റെ ഓണർ വന്നിട്ട് പറയണ അല്ലാതെ അയാളുടെ ആണെന്ന് പറയുമ്പോൾ ഹി ഹാസ് ടു പ്രൂവ് ഇറ്റ്. അയാൾക്കാണ് അവിടെ ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്. ക്ലിയർ ആണോ? അപ്പൊ ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി ഇപ്പൊ കൈവശം വെക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഓണർ അവിടെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉണ്ട്, അവിടെ ബർഡൻ ഓഫ് പ്രൂഫ് അപ്പുറത്തെ സൈഡിലാണ്. കാരണം അവിടെ പ്രിസംഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രിസംഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് റിബട്ട് ചെയ്യേണ്ടത് അപ്പുറത്തെ ആളാണ്. നിയമം അവിടെ ഒരു പ്രിസംഷൻ എടുക്കുകയാണെങ്കിൽ ആ പ്രിസംഷൻ ആണ് അവിടെ നിലനിൽക്കുക. അതിന് പിന്നെ റിബട്ട് ചെയ്യേണ്ടത് അതർ പാർട്ടിയുടെ ബർഡൻ ആണ്. മനസ്സിലായോ? ഈ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് അപ്പൊ അതിൽ വരില്ല. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അയാളുടെ ഇന്റൻഷൻ ഗുഡ് ഫെയ്ത്ത് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അത്. ഇന്റൻഷൻ ഗുഡ് ഫെയ്ത്ത് ആവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രിസംഷൻ നിലനിൽക്കില്ല എന്നല്ല, അയാൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഫാക്ട്സും സർക്കംസ്റ്റാൻസസ് ഒക്കെ നോക്കേണ്ടി വരും. ഓക്കെ, മനസ്സിലായി? അയാൾക്ക് എല്ലാ വേസിലും അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു, എന്നിട്ട് അയാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താവും, അതൊരു റോങ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്കലി ഇത്ര ആലോചിച്ചാൽ മതി. ആരുടെ ഒരു കയ്യിൽ ആ സാധനം പ്രൊസസ് ചെയ്യുമ്പോഴും അവിടെ നമുക്ക് നിയമം കൊടുക്കുന്ന പ്രിസംഷൻ അത് അയാളുടെ ആണെന്നാണ്. ഓക്കെ, മനസ്സിലായോ? Is that clear? Yes, ma'am. Yes, ma'am. ഓക്കെ, അപ്പം പൊസഷൻ എന്ന് പറയുന്നത് ഒരു ഓണർഷിപ്പിന്റെ എന്താണ്, ഒരു ഓണർഷിപ്പിന്റെ പ്രിമാ ഫേസി എവിഡൻസ് ആണ്. പ്രിമാ ഫേസി എവിഡൻസ് ആണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു സാധനം പ്രൊസസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥമാണ് അത് നമ്മുടെ ലീഗൽ ക്ലെയിമിന് അല്ലെങ്കിൽ അഡ്വേഴ്സ് പൊസിഷനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെ, നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു സാധനം പ്രൊസസ് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാണ്, ദാറ്റ് ഇസ് സ്ട്രെങ്തനിങ് യുവർ പൊസഷൻ. അപ്പം പൊസഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല,
ഇറ്റ് ഇസ് നോട്ട് യുവർ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് അല്ല. പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്, ഫേവർ ചെയ്യുന്നുണ്ട് പൊസസർ. ഒരു ഫേവറിസം ഉണ്ട് അൺലെസ് പ്രൂവൺ അതർവൈസ്. വേറൊരു രീതിയിൽ പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് എവിടെ ഉണ്ട്, ഒരു ഫേവറിസം അതിന് ഉണ്ട്. നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള പൊസിഷൻസ് ഒക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ അതിൽ നിന്ന് പറ്റും അഗെയിൻസ്റ്റ് റോങ്ഫുൾ ക്ലെയിംസ്. ക്ലിയർ ആണോ എല്ലാവർക്കും? Is that clear? Okay. So possession itself is a prima facie evidence of ownership ആണ്. A continuous possession എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, possession is not absolute ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് അല്ല. നമുക്ക് അവിടെ ഒരു പ്രിസംഷൻ ഉണ്ട് അൺലെസ് പ്രൂവൺ അതർവൈസ്. അപ്പൊ ആ പ്രിസംഷന്റെ കാര്യത്തിലൊന്ന് മനസ്സിൽ വെക്കുക. Okay, possession is 9 points in law എന്ന് പറയാൻ കാരണം എന്താണ്, 9 points of law എന്ന് പറയാൻ കാരണം എന്താണ്, essentially means that അത് നമുക്കൊരു സ്ട്രോങ് പ്രിസംഷൻ നിയമം തരുന്നുണ്ട് that you are the owner of it. Okay, you are possessing it. Okay, അപ്പൊ നിയമം എന്താണ് അതിനെ പ്രിസ്യൂം ചെയ്യുന്നത്, യു ആർ ദ ഓണർ ഓഫ് ഇറ്റ് എന്നാണ് നിയമം അതിനെ എന്ത് ചെയ്യുന്നത്, പ്രിസ്യൂം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ബൈ എ ബുക്ക് ഫ്രം എ ഷോപ്പ്, യു ഫിസിക്കലി പൊസസ് ഇറ്റ് അല്ലെ. സോ ദ ലോ പ്രിസ്യൂംസ് ഇറ്റ് ബിലോങ്സ് ടു യു, റൈറ്റ്? ഇനി someone picks up a lost mobile, ലോസ്റ്റ്, അപ്പൊ ആക്ച്വൽ ഓണർ എന്ത് ചെയ്യണം, അത് പ്രൂവ് ചെയ്യണം. അതർവൈസ് ദ ഫൈൻഡർ ഹാസ് എ ടെമ്പററി ക്ലെയിം അയാൾക്ക് ഉണ്ട്. കാരണം നിയമം അങ്ങനെ ഒരു പ്രിസംഷൻ ആണ് എടുക്കുന്നത്. അപ്പം ഒരാളുടെ യഥാർത്ഥ സാധനമാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ പ്രൂവ് ചെയ്താൽ അയാൾക്ക് കിട്ടുമല്ലോ അല്ലെ. അപ്പം അത് അവൻ ഇന്ന ആളുടെ ആണ്, അല്ലെങ്കിൽ ആ ട്രൂ ഓണർ എന്ത് ചെയ്യണം, ഹി ഹാസ് ടു കം അപ്പ് വിത്ത് ഓൾ ഹിസ് എവിഡൻസസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അയാൾ കൊണ്ടുവന്നിട്ട് അയാൾ എന്ത് പറയണം, ഇത് എന്റേതാണെന്നുള്ളത് അയാൾ പറയണം. The actual owner must prove. അപ്പൊ നമ്മള് ഒരു നിങ്ങള് ഒരു ഡ്രസ് ഇട്ട്, അപ്പൊ നമ്മളൊരു ഡ്രസ് ഇട്ട് നടക്കുമ്പോ എന്താണ് അതിന് കിട്ടുന്ന ഒരു ഫസ്റ്റ് പ്രിസംഷൻ എന്താണ്, നമ്മളുടെ ഡ്രസ്സാണ് എന്നാണ് അല്ലെ. ചിലപ്പോൾ നമ്മളിത് ബോറോ ചെയ്തതൊക്കെ ആയിരിക്കും. പക്ഷെ ഫസ്റ്റ് ഒരു കാര്യം ഒരാളുടെ കയ്യിൽ പൊസസ് ചെയ്യുമ്പോൾ അത് കൊടുക്കുന്ന ഫസ്റ്റ് പ്രിസംഷൻ എന്താണ്, ഫസ്റ്റ് പ്രിസംഷൻ ദാറ്റ് യു ഓൺ ഇറ്റ് അല്ലെ, അറ്റ്ലീസ്റ്റ് ഇൻ ദ ഐ ഓഫ് ലോ അൺലെസ് someone otherwise prove. പിന്നെ ഓണർ നാളെ വന്നിട്ട് അല്ല അതർവൈസ് പ്രൂവ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു പ്രിസംഷൻ കിട്ടുന്നത് ഇറ്റ് ഈസ് യുവേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാനിത് രണ്ടും കൂടി ഉള്ള ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓണർഷിപ്പിൻ്റെതുണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ഓണർഷിപ്പ് ടുഡേ. ജസ്റ്റ് ഇതിന്റെ ഒരു ഡിഫറൻസ് ജസ്റ്റ് ഞാനൊന്ന് ഗ്ലിംസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഒരു ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് അതിന്റെ മേലെ അബ്സല്യൂട്ട് ആയിട്ടുള്ള അതോറിറ്റി ഉണ്ട്. യു ഹാവ് എ കംപ്ലീറ്റ് അതോറിറ്റി ഓവർ ഇറ്റ് അല്ലെ. പൊസഷനിൽ പക്ഷെ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഹാവ് ദ ഫിസിക്കൽ കൺട്രോൾ അല്ല, ഫിസിക്കൽ കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ കൺട്രോൾ എലോൺ ആണ്. ഇനി ഇവിടെ റൈറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ അൺലിമിറ്റഡ് റൈറ്റ്സ് ആണല്ലോ. അൺലിമിറ്റഡ് റൈറ്റ്സ് ആണ് നമുക്ക് ഓണർഷിപ്പിന്റെ പുറത്തുള്ള. ഇവിടെ നമുക്ക് ലിമിറ്റഡ് റൈറ്റ്സ് മാത്രമേ ഉള്ളൂ അല്ലെ. ലിമിറ്റഡ് റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അത് എൻജോയ് ചെയ്യുക, അത് പൊസസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ആ ടെനന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ നമുക്കത് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു റൈറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഡീജർ ആണ്. ഓക്കെ, ഡീജർ റൈറ്റ് ആണ്. കംപ്ലീറ്റ്ലി യു ഹാവ് ദ ലീഗൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇതിലുണ്ട്. ഇത് ഒരു ഫുൾ സംഭവമാണ്. ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ. പൊസഷൻ എന്ന് പറയുമ്പോൾ ഡിഫാക്റ്റോ ആവാം അല്ലെങ്കിൽ ലീഗൽ ആവാം, രണ്ട് രീതിയിലും പൊസഷൻ ആവാം. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാം. ടെക്നിക്കൽ റിക്വയർസ് കൺവെയൻസ്, ട്രാൻസ്ഫറും കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ അത് നിൽക്കണം. സിമ്പിൾ ആണ്, ലെസ് ടെക്നിക്കൽ ആണ്. ഐ കം ടു ദാറ്റ്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓണിങ് ഹൗസ് ലീഗലി, ഒരു ലീഗലി ഹൗസ് ഓൺ ചെയ്യാന്നുള്ളത്, പിന്നെ റെന്റിങ് എ ഹൗസ്, അവിടെ റെന്റ്, അതാണ് രണ്ടിന്റെയും ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഐ കം ടു ഓക്കെ. സോ ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? നമുക്കൊന്ന് ഇതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ബിക്കോസ് ഓണർഷിപ്പ് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ഇറ്റ് ടുഡേ, വിൽ ടേക്ക് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. കാരണം അത് ദാറ്റ് ഇസ് ടോട്ടലി എ ഡിഫറെന്റ് ടോപ്പിക്. അപ്പം ഇതൊന്ന് നിങ്ങൾക്ക് തറോ ആവണം. അപ്പൊ പൊസഷൻ വി ഹാവ് കംപ്ലീറ്റഡ്. ഓക്കെ,
പൊസഷൻ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൊസഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് പൊസഷൻ എന്നുള്ളത്. ആ ഡിഫറെന്റ് മോഡ്സുകൾ ഏതാന്നുള്ളത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സബ്ജക്റ്റിന് എത്ര മാർക്കാ വരിക എക്സാമിന്? എനിക്ക് തോന്നുന്നു നിങ്ങളെ സിലബസിൽ 5 എന്നല്ലേ സൈഡിൽ കൊടുത്തിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഐ എം നോട്ട് ഷുവർ. 5 അല്ലേ? അതെ. അതെ. അപ്പൊ നമുക്ക് 5 ഇതെല്ലാം കൂടിയിട്ടാണ് 5. അപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഓൾ അപ് ടു ദം. അങ്ങനെ നിങ്ങൾ നോക്കണ്ട, എത്ര മാർക്കാന്ന് നോക്കണ്ട. പക്ഷെ ഇത് അത്യാവശ്യം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ പൊസഷനും ഓണർഷിപ്പും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് എൻ ഇമ്പോർട്ടന്റ് ഏരിയ. ഫൈൻ. എന്തായാലും നമുക്ക് എത്രത്തോളം മാക്സിമം ഡെപ്തിൽ പഠിക്കാൻ പറ്റുമോ, കാരണം ഇപ്പൊ ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ലീഗൽ പേഴ്സൺസ് ആണെങ്കിലും ഇതാണെങ്കിലൊക്കെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയാസ് ആണ്. നമുക്ക് എത്രത്തോളം ഡെപ്തിൽ പോകാൻ പറ്റുമോ അത്രയും ഡെപ്തിൽ നമ്മൾ പോവാന്നുള്ളതാണ് അതിൻ്റെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ MCQs ഒക്കെ നമുക്ക് ചിന്തിച്ചെഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ റോമൻ ലോ പഠിച്ചു, എന്താണ് പറയുന്നത്, പൊസഷന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കി, ഡെഫിനിഷൻസ് വി ഹാവ് ഡിസ്കസ്ഡ്. ഓക്കെ, ഐ എം ജസ്റ്റ് റിവൈസിംഗ് ഇറ്റ്. ഞാൻ പൊസഷൻ ഇനി നിങ്ങൾക്ക് എവിടെ നിന്ന് ചോദിച്ചാലും കിട്ടണം, ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡെഫിനിഷൻസ് വി ഹാവ് ലുക്ഡ് അറ്റ് സാവഗ്നി ആൻഡ് ജോൺ സാൽമണ്ട്. എലമെന്റ്സ് കോർപ്പസ്, പിന്നെ അനീമസ് ഡോമിനി നമ്മൾ നോക്കി. ഓക്കെ, പിന്നെ ഫിസിക്കൽ കൺട്രോൾ നോക്കി, അനീമസ് ഇന്റൻഷൻ നോക്കി. ഓക്കെ, വി ഹാവ് ഡിസ്കസ്ഡ് ദിസ്. പിന്നെ കോർപ്പോറിയൽ എന്താണ്, ഇൻകോർപ്പോറിയൽ എന്താണ്, ഇമ്മീഡിയറ്റ് ആൻഡ് ഡിറക്റ്റ് എന്താണ്, മീഡിയറ്റ് ആൻഡ് ഡിറക്റ്റ് എന്താണ്, കൺസ്ട്രക്റ്റീവ്, അഡ്വേഴ്സ്, ഓക്കെ, ഡിഫാക്ടോ, ഡീജർ, ഇതൊക്കെ നമ്മൾ നോക്കി. ഓക്കെ, ഇനി കോർപ്പോറിയൽ ഉണ്ട്. പിന്നെ അപ്പൊ കോർപ്പോറിയൽ എന്നുള്ളത് എന്താ നിങ്ങൾക്ക് അറിയാം, ആ വേർഡിൽ തന്നെ കിട്ടണം. ആ വേർഡ് വരുമ്പോൾ കോർപ്പോറിയൽ എന്ന് വരുമ്പോൾ ആ വേർഡിനോട് കൂടി യു ഹാവ് ടു ഗെറ്റ് ദ കോൺസെപ്റ്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം പ്രോപ്പർലി. ഐ ഹോപ്പ് യു നോ ഇറ്റ് അല്ലേ? കോർപ്പോറിയൽ അറിയാലോ എല്ലാവർക്കും? അറിയൂലേ? റിവൈസ് ചെയ്യാണ് ഞാൻ പ്രോപ്പർലി. ഇത് നിങ്ങൾ നോക്കുക, ഇത് ക്ലിയർ. ഞാൻ ഈ പറയുന്ന വാക്കുകൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടണം. ഓക്കെ, ഇൻകോർപ്പോറിയൽ എന്താണെന്ന് അറിയാലോ? ഇൻടാൻജിബിൾ ഓർ ഇമ്മറ്റീരിയൽ ഒബ്ജക്ട്സ് അല്ലേ? നമുക്ക് കാണാൻ പറ്റൂല. കേൾക്കുന്നില്ല എല്ലാവരും? എന്റെ കൂടെ റിവൈസ് ചെയ്യുന്നില്ലേ നിങ്ങൾ? ഓക്കെ, അപ്പൊ നമ്മൾ കോപ്പി റൈറ്റ് നോക്കി, ട്രേഡ് മാർക്ക് നോക്കി, പേറ്റന്റ്, ഗുഡ്വിൽ, ഇതൊക്കെ എന്താണ്? ഇൻടാൻജിബിൾ ഓർ ഇമ്മറ്റീരിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്, വിച്ച് യു ഡോണ്ട് ഹാവ് ദ ഫിസിക്കൽ കൺട്രോൾ ഓവർ ഇറ്റ്. ഓക്കെ, ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് പൊസഷനെ പറ്റി നമ്മൾ നോക്കി. എന്താണ് ഇമ്മീഡിയറ്റ് ഓർ ഡയറക്റ്റ് പൊസഷൻ? ഇമ്മീഡിയറ്റ് ഓർ ഡയറക്റ്റ് പൊസഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പേഴ്സണലി ഹോൾഡ്സ് ഒബ്ജക്ട് വിതൗട്ട് എനി ഇന്റർമീഡിയറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ പുറത്തൊരു പൊസഷൻ ഉണ്ട്. ബൈയിങ് എ പെൻ ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഇൻ യുവർ ബാഗ്. ഓക്കെ, നെക്സ്റ്റ് മീഡിയറ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പൊസഷൻ ആണ്. ഇൻഡയറക്റ്റ് പൊസഷൻ എന്ന് പറയുമ്പോൾ പൊസഷൻ ത്രൂ എൻ ഏജന്റ് ഓർ ഇന്റർമീഡിയറി ആണ്. ഓക്കെ, അപ്പോൾ യു ആർ ബൈയിങ് എ ഹൗസ് ത്രൂ എ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് വഴി നിങ്ങൾ വാങ്ങുന്നത്. സോ യു ഫിസിക്കലി പൊസസ്ഡ് എ പ്രോപ്പർട്ടി. വാട്ട് ഇസ് കൺസ്ട്രക്റ്റീവ് പൊസഷൻ? കൺസ്ട്രക്റ്റീവ് പൊസഷൻ എന്ന് പറയുമ്പോൾ പൊസഷൻ ഗ്രാന്റഡ് ബൈ ലോ ഓർ സിംബോളിക് ആയിട്ടുള്ള കൺട്രോൾ ആണ്. വിതൗട്ട് യു ഡോണ്ട് ഹാവ് എനി, അതിന്റെ പുറത്ത് നോ ഫിസിക്കൽ കൺട്രോൾ അല്ലെ? ഫിസിക്കൽ കൺട്രോൾ ഇല്ല. നോട്ട് സിംബോളിക്കലി. അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മൾ കീ ഡ്രൈവർക്ക് കൊടുക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിളും കൂടി അതിന്റെ കൂടെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് എന്തെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന്റെ കൂടെ ഇപ്പൊ ഡ്രൈവർ എന്നൊക്കെ അതിന്റെ കൂടെ നിങ്ങളൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഡ്രൈവറിന്റെ എക്സാമ്പിൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അതിലുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ അഡ്വേഴ്സ് പൊസഷൻ നമ്മൾ നോക്കി. നമുക്ക് ആദ്യമായിട്ട് ലീഗൽ ടൈറ്റിൽ ഇല്ല, പിന്നീട് അയാൾക്ക് ഓണർഷിപ്പ് കിട്ടുകയാണ്. എങ്ങനെ? ഒരു ലീഗൽ പീരീഡ് അയാൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി, ഒരു 12 years കംപ്ലീറ്റ്ലി അയാൾ അത് ഓക്യുപ്പൈ ചെയ്യുന്നത് കൂടിയാണ് അയാൾക്ക് എന്ത് കിട്ടുന്നത്? ഇതിന്റെ പുറത്ത് ഓണർഷിപ്പ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഡിഫാക്ടോ പൊസഷൻ നമ്മൾ നോക്കി. വാട്ട് വാസ് ഡിഫാക്ടോ പൊസഷൻ? ആക്ച്വൽ physical possession regardless of legality. A thief possesses a stolen bike. Okay, പിന്നെ ഡീജർ എന്താന്നുള്ളത് നമുക്കറിയാം. വാട്ട് ഇസ് ഡീജർ? ഡീജർ എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്താണ്? നിയമപരമായിട്ട് ഓണർഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു പൊസഷൻ ആണ്. അയാൾ അത് നെസസറിലി പൊസസ് ചെയ്യണമെന്നില്ല, പക്ഷെ അയാൾക്ക് നിയമപരമായിട്ട് എന്തുണ്ട്? അയാൾക്ക് പൊസഷൻ ഉണ്ട്. ഡീജർ ജൂറിസ്ഡിക്ഷണൽ പൊസഷൻ അല്ലെങ്കിൽ ലീഗലി അയാൾക്ക്
പൊസഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ മോഡ്സ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ ബൈ ടേക്കിംഗ് ഉണ്ട്, ബൈ ഡെലിവറി ഉണ്ട്, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ അക്വയർഡ് വിതൗട്ട് ലോ ആണ്, സോറി അക്വയർഡ് വിതൗട്ട് കൺസെന്റ് ആണ് നമ്മുടെ ടേക്കിംഗില്. ഡെലിവറി നമ്മൾ പഠിച്ചു, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇറ്റ് ക്യാൻ ബി ആക്ച്വൽ ഓർ ഇറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ്. പിന്നെ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. അപ്പം പൊസഷൻ ഇസ് അക്വയർഡ് വിതൗട്ട് ദ കൺസെന്റ്. ഓക്കെ, പിന്നെ ബൈ ഡെലിവറി ഉണ്ട്, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. ബൈ ഓപ്പറേഷൻ എന്താ നിങ്ങൾക്ക് അറിയാലോ. ഐ ഡോണ്ട് തിങ്ക് യു നീഡ് എൻ എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ് അല്ലേ? ആവശ്യമുണ്ടോ അതിന്റെ എക്സ്പ്ലനേഷൻ? ഇല്ല. ഓക്കെ, പിന്നെ പൊസഷൻ ഇൻ ലോ ആൻഡ് പൊസഷൻ ഇൻ ഫാക്ട് ഞാൻ ഒന്നും കൂടി ഡെപ്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഡിഫറൻസിയേഷൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് പൊസഷൻ ഇൻ ഫാക്ട് ആൻഡ് വാട്ട് ഈസ് പൊസഷൻ ഇൻ ലോ എന്നുള്ളത്. ഓക്കെ, പിന്നെ പൊസഷൻ ഇൻ 9-point law ആണ്. 9-point law എന്നുള്ളത് ബീങ് ദ പൊസഷൻ ഓഫ് എ തിങ്സ് ഗിവ് യു സ്ട്രോങ് പ്രിമാ ഫേസി എന്താണ് കിട്ടുന്നത്? പ്രിസംഷൻ. ഓക്കെ, ക്ലിയർ ആണോ? എ പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് an object has a better claim. He has got a എന്ത് ക്ലെയിം ആണുള്ളത്? better claim. Got it? മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഫൈൻ. സോ പൊസഷൻ ഇറ്റ്സെൽഫ് എന്താണ്? ഇറ്റ്സ് എ പ്രിമാ ഫേസി എവിഡൻസ് ഓഫ് ഓണർഷിപ്പ് ആണ്. A continuous possession can strengthen your legal claim over time. Possession is not absolute ownership അല്ല. Okay, പിന്നെ what we have discussed, നമുക്ക് ഒരു എക്സാമ്പിൾ, I have told you an example അല്ലെ? പൊസഷനും ഇതും തമ്മിലുള്ള ഒരു എക്സാമ്പിൾ ഓൾസോ I have told. ഓക്കെ, ഇനി ഓണർഷിപ്പ് എന്നുള്ള ടോപ്പിക് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡെപ്തിൽ നമ്മൾ നോക്കേണ്ട ഒരു ടോപ്പിക് ആണ്. ഇപ്പോൾ അത് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഈ ആഴ്ചത്തെ എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾക്ക് ഈ ആഴ്ച APPന്റെ ക്ലാസ് ഇല്ലല്ലോ. സാറ്റർഡേ സൺഡേ ഫ്രീ ആവുമ്പോൾ റിവിഷൻ ടൈമിൽ ഇത് നന്നായിട്ട് റിവൈസ് ചെയ്യണം. നിങ്ങൾ പൊസഷൻ നന്നായിട്ട് റിവൈസ് ചെയ്യാം. എന്നാൽ പിന്നെ ഓണർഷിപ്പ് നിങ്ങൾക്ക് ഒന്നുകൂടി ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പൊ ഈ രണ്ട് ടോപ്പിക്ക് നമുക്ക് എന്താണ് തറോ ആയിട്ട് വി ക്യാൻ കംപ്ലീറ്റ്. ക്ലിയർ? അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക, പൊസഷൻ നന്നായിട്ട് ഇപ്പൊ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ ഓണർഷിപ്പ് വിൽ ബി വെരി ഈസി ഫോർ യു. അപ്പൊ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റിയ ഒരു രീതിക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വിൽ ബി ഡിസ്കസിങ് ഓണർഷിപ്പ്. ഓക്കെ, ഓണർഷിപ്പിന്റെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇതെല്ലാവരും പഠിച്ചിട്ട് വരിക. സാറ്റർഡേ സൺഡേ യു ഹാവ് ടൈം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. എന്റെ നമ്പർ യു വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം ദ നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഗ്രൂപ്പിൽ ഉണ്ടല്ലോ ഞാൻ. അപ്പൊ യു ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് വായിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. അപ്പൊ ഇത് ചെറിയ ഒരു പോർഷൻ ആയിട്ട് കാണരുത്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പൊ ഇതിനെ നിങ്ങൾ കുറച്ച് കാണരുത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഈ ഒരു വീക്കിൽ ഡിസ്കസ് ചെയ്ത ലീഗൽ പേഴ്സൺസ് ഒക്കെ നിങ്ങൾ നോക്കണം. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എവറിത്തിങ് ഇസ് ഈക്വലി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ പ്രോപ്പർലി നോക്കുക. ഇതും നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഡെഫിനിഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നോക്കാം, ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, ഇത് തിയറി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്, ബേസിക് കോൺസെപ്റ്റുകളാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ടെൽ മീ. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. So that's all. Thank you so much. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം.